എല്ലാവർക്കും പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഭിന്നസംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ ഭാഗവും ഗുണനവും എന്ന ഭാഗത്ത് വരുന്ന കുറച്ച് പ്രവർത്തനങ്ങളാണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 9 ലിറ്റർ പാൽ 3 കുട്ടികൾക്ക് ഒരുപോലെ വീതിച്ചു. ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും? 4 പേർക്കാണ് വീതിക്കുന്നതെങ്കിലോ? എന്താ ക്വസ്റ്റ്യൻ? 9 ലിറ്റർ പാൽ 3 കുട്ടികൾക്ക് ഒരുപോലെ വീതിച്ചു. ഒരു കുട്ടിക്ക് എത്ര പാൽ കിട്ടും? 4 പേർക്കാണ് വീതിക്കുന്നതെങ്കിലോ? അല്ലെ, ആദ്യം ഒരു കുട്ടിക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കുക. അതിനുശേഷം 4 പേർക്ക് ഒന്നിച്ച് എത്ര ലിറ്റർ പാൽ കിട്ടുന്നത് കണ്ടുപിടിക്കണം. അല്ലേ? അപ്പൊ എന്തൊക്കെയാ തന്നിട്ടുള്ളത് അതൊക്കെ എടുത്തെഴുതുക. ഓക്കെ, 9 ലിറ്റർ പാൽ അല്ലെ. ആദ്യം എത്ര ലിറ്റർ പാലുണ്ട്? 9 ലിറ്റർ പാലാണ് ഉള്ളത്. അപ്പൊ അത് ആദ്യം എഴുതുക. ആകെ പാലിന്റെ അളവ് എത്രയാ? ആകെ പാലിന്റെ അളവ് അല്ലെങ്കിൽ പാലിന്റെ ആകെ അളവെന്നും എഴുതാം. നോക്കി എത്രയാ? 9 ലിറ്റർ. ഇനിയോ 3 കുട്ടികൾക്ക് ഒരുപോലെ വീതിച്ചു അല്ലേ. അപ്പൊ ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാൽ വീതം കിട്ടും? അപ്പൊ എന്താ? ഓരോ കുട്ടിക്കും ലഭിച്ച പാലിന്റെ അളവ് അല്ലെ. ഓരോ കുട്ടിക്കും ലഭിച്ച പാലിന്റെ അളവ് എത്രയാണ് കണ്ടുപിടിക്കണം. നമുക്കറിയാം എത്ര കുട്ടികൾക്കാണ് വീതിച്ചത്? 3 കുട്ടികൾക്കാണ് വീതിച്ചത് അല്ലെ. എത്ര ലിറ്റർ പാലായത്? 9 ലിറ്റർ. അപ്പൊ എന്ത് ചെയ്താം? 9/3 അല്ലെ. 9 ലിറ്റർ പാല് എത്ര കുട്ടികൾക്ക് വീതിച്ചു? 3 കുട്ടികൾക്ക് വീതിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 9/3. എത്ര കിട്ടും? 9നെ 3 കൊണ്ട് ഹരിച്ചു നോക്കുക അല്ലെ. 3ന്റെ ഗുണിതത്തിൽ 9 വരുന്നില്ലേ? വരുന്നത്. 3 ഗുണിക്കണം 3 ആണ് 9. 3 ഗുണിക്കണം 3 9 അല്ലേ. അപ്പൊ എന്ത് എഴുതാം? 3 ലിറ്റർ. അപ്പൊ ഓരോ കുട്ടിക്ക് എത്ര വീതം പാല് ലഭിച്ചു? 3 ലിറ്റർ വീതം പാല് ലഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 4 പേർക്കാണ് വീതിക്കുന്നതെങ്കിലോ? ഇതിപ്പോ 3 ആളെ കാര്യമാണ് പറഞ്ഞത്. ഇത് 4 പേർക്കാണെങ്കിലോ? 4 പേർക്കാണെങ്കിൽ എങ്ങനെ എടുക്കണം? 4 പേർ സമം എത്ര ആകെയുള്ളത്? 9 ലിറ്ററിലെ 9/4 അല്ലേ. ആകെയുള്ളത് എത്ര ലിറ്റർ? 9 ലിറ്റർ. അത് 4 പേർക്കാണ് വീതിക്കുന്നതെങ്കിൽ 9/4 അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? 9നെ 4 കൊണ്ട് ഹരിച്ചു നോക്കുക അല്ലേ. 4ന്റെ ഗുണിതത്തിൽ 9 ഉണ്ടോ? ഇല്ല. പക്ഷെ 9നേക്കാളും താഴെയുള്ള സംഖ്യ ഉണ്ട് അല്ലേ. എത്രയാ? 8. അപ്പൊ 24 8. 9 8 കുറച്ച് എത്രയാ? 1. അപ്പൊ ഇതെങ്ങനെ എഴുതാം? ആദ്യം ഹരണഫലം എടുത്ത് എഴുതണം അല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരും? 2. അത് കഴിഞ്ഞിട്ട് ശിഷ്ടം 1 / ഏതാ കൊണ്ടാണ് വരച്ചത്? ആ സംഖ്യ. അപ്പൊ 4. മനസ്സിലായില്ലേ? /4. അപ്പൊ 2 1/4 ലിറ്റർ. എന്ത് പറയാം? 2.25 ലിറ്റർ. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള 5 സഞ്ചികളിലാക്കി. ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? 4 സഞ്ചികളിലാക്കിയാലോ? എന്താ ക്വസ്റ്റ്യൻ? 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള 5 സഞ്ചികളിലാക്കി അല്ലേ. എത്ര കിലോഗ്രാം അരി ഉണ്ട്? 6 കിലോഗ്രാം അരി ഉണ്ട്. എത്ര സഞ്ചികളിലാക്കി? ഒരുപോലെയുള്ള 5 സഞ്ചികളിലാക്കി. ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? അതുപോലെ തന്നെ 4 സഞ്ചികളിലാക്കിയാലോ? മനസ്സിലായില്ലേ? നമുക്ക് ചെയ്ത് നോക്കിയാലോ? ആദ്യം എന്ത് എഴുതാം? ക്വസ്റ്റ്യനിൽ തന്നതെല്ലാം എന്ത് ചെയ്യുക? ഒന്ന് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ആകെ അരിയുടെ അളവ് എത്രയാണ്? ആകെ അരിയുടെ അളവ് അല്ലേ. ആകെ അരിയുടെ അളവ് സമം എത്രയാ? 6 കിലോഗ്രാം അല്ലേ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 6 കിലോഗ്രാം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? 5 സഞ്ചികളിലാക്കി അല്ലേ. 5 സഞ്ചികളിലാക്കി. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുണ്ട്? ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? അപ്പൊ എന്ത് എഴുതാം? ഓരോ
സഞ്ചിയിലെയും അരിയുടെ അളവ് അല്ലേ? ഓരോ സഞ്ചിയിലെയും അരിയുടെ അളവ് വഴിക്കണക്ക് വെച്ച് തന്നെ ചെയ്യണം. ഓരോ സഞ്ചിയിലെയും അരിയുടെ അളവ്. എത്ര സഞ്ചിയുടെ പറഞ്ഞേ? 5. എത്ര കിലോഗ്രാം അരിയുണ്ട്? 6. അപ്പൊ എന്ത് എഴുതാം? 6/5 കിലോഗ്രാം അല്ലേ? പിന്നെ നമുക്ക് ചെറുതാക്കി കൂടെ. എങ്ങനെ ചെറുതാക്കാം? ഹരിക്കണം അല്ലേ? 6 ഹരിക്കണം 5. 6ൽ എത്ര 5 ഉണ്ട്? 1 5. അപ്പൊ 1 ഇവിടെ എഴുതുക. 1 ഗുണിക്കണം 5 5 അല്ലേ? 6 5 കുറച്ചാലോ 1. ഇവിടെ മാറ്റി എഴുതാൻ നോക്കിയേ. ആദ്യം എന്ത് എഴുതണം? ഹരണഫലം എഴുതണം. അതെടുത്ത് എഴുതി. അതിനുശേഷം എന്തെടുക്കണം? ശിഷ്ടം. അതെവിടെ എഴുതി? ഏത് സംഖ്യയെ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ ഡിവൈഡ് ബൈ 5 ഇല്ലെങ്കിൽ 5. അപ്പൊ എത്രയാ? 1/5 കിലോഗ്രാം. മനസ്സിലായില്ലേ? അടുത്തെന്താ? 4 സഞ്ചികളിലാക്കിയാലോ? അപ്പൊ നമുക്ക് എഴുതാം. 4 സഞ്ചികളിലാക്കിയാൽ 4 സഞ്ചികളിലാക്കിയാൽ എങ്ങനെ വരും? നോക്കിയേ. അരിയുണ്ടാകെ 6 കിലോഗ്രാം അരിയുണ്ട്. എത്ര സഞ്ചികളിലാക്കണം? 4 സഞ്ചികളിലാക്കണം. അപ്പൊ 6/4 കിട്ടും. ഇനി ചുരുക്കിയാൽ എങ്ങനെ കിട്ടും? 6 ഹരിക്കണം 4 അല്ലേ? 6ൽ എത്ര 4 ഉണ്ട്? 1. അപ്പൊ ഇവിടെ 4 വന്നു. 6 4 കുറച്ചാല് 2. അപ്പൊ ഇതെങ്ങനെ എഴുതാം? ആദ്യം എന്താ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ? ഹരണഫലം ആദ്യം എടുത്തെഴുതുക. അപ്പൊ 1. അത് കഴിഞ്ഞിട്ടോ നമ്മുടെ ശിഷ്ടം 2/, ഏത് സംഖ്യയെ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ. ഇങ്ങനെ വരും അല്ലേ? ഇവിടെ നോക്കിയേ. 2 ഡിവൈഡ് ബൈ 4 ആണ് അല്ലേ? നമുക്കിത് കട്ടാക്കി കൂടെ. 4ൽ എത്ര 2 ഉണ്ട്? 2 2 4 അല്ലേ? അപ്പൊ ഇതൊന്നും കട്ടാക്കി കൂടെ. എങ്ങനെ കട്ടാക്കാം? ഇവിടെ എത്ര വരും? 2ൽ ഒരു പ്രാവശ്യം 2 ആണ്. 4ൽ എത്ര പ്രാവശ്യം 2? 2 പ്രാവശ്യം. അപ്പൊ ഇങ്ങനെ എഴുതാം. 1 1/2 എന്താ? കിലോഗ്രാം. 1 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? 1 കിലോഗ്രാം. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 7 മീറ്റർ നീളമുള്ള ചരട് 6 സമഭാഗങ്ങളാക്കി. ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാണ് 3 സമഭാഗങ്ങളാക്കിയാലോ? എന്താ ക്വസ്റ്റ്യൻ? 7 മീറ്റർ നീളമുള്ള ചരട് 6 സമഭാഗങ്ങളാക്കി അല്ലേ? എത്ര മീറ്റർ ഉള്ളത്? 7 മീറ്റർ ആണ്. എത്ര ഭാഗമാക്കി? 6 ഈക്വൽ പാർട്സ് ആക്കി അല്ലേ? 6 സമഭാഗങ്ങളാക്കി. ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാണ്? അതുപോലെ തന്നെ 3 സമഭാഗങ്ങളാക്കിയാലോ? മനസ്സിലായില്ലേ? അപ്പൊ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നെയെന്ന് ആദ്യം എടുത്തെഴുതുക. അപ്പൊ എന്ത് എഴുതാം? 7 മീറ്റർ നീളമുള്ള ചരട് അല്ലേ? അപ്പൊ എന്ത് എഴുതാം? ചരടിന്റെ ആകെ നീളം അല്ലേ? ചരടിന്റെ ആകെ നീളം അല്ലെങ്കിൽ ആകെ ചരടിന്റെ നീളം എങ്ങനെ വേണമെങ്കിലും എഴുതാം. എത്രയാണ്? 7 മീറ്റർ അല്ലേ? 7 മീറ്റർ. പിന്നെന്താ? 6 സമഭാഗങ്ങളാക്കി അല്ലേ? 6 സമഭാഗങ്ങളാക്കി. 6 സമഭാഗങ്ങളാക്കി. അപ്പൊ എങ്ങനെ വരും? ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാണ് അല്ലേ? 6 സമഭാഗങ്ങളാക്കി തരുമ്പോ ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാണ്? അപ്പൊ എന്ത് എഴുതാം? ഒരു കഷ്ണത്തിന്റെ നീളം എത്രയായിരിക്കും? നമുക്കറിയാം ആകെ ചരടിന്റെ നീളം എത്രയാണ്? 7 മീറ്റർ. 6 സമഭാഗങ്ങളാക്കുന്നതാണ്. അപ്പൊ എങ്ങനെ വരും? 7/6 അല്ലേ? ചരടിന്റെ നീളം 7 മീറ്റർ ആണ്. എത്ര സമഭാഗങ്ങളാക്കുന്നുണ്ട്? 6 ഭാഗങ്ങളാക്കുന്നുണ്ട്. അപ്പൊ 7/6 എന്ത് വരും? മീറ്റർ. ഇതിന്റെ ചുരുക്കി എഴുതിയാലോ? എങ്ങനെ ചുരുക്കുക? 7 ഹരിക്കണം 6. 7ൽ എത്ര 6 ഉണ്ട് അല്ലേ? ഒരു 6 എഴുതുക. അപ്പൊ 1 ഗുണിക്കണം 6 എത്രയാണ്? 6. 7ൽ 4 കുറച്ചാലോ? 1. അപ്പൊ ഇതെങ്ങനെ എഴുതാം നമുക്ക്? നോക്കിയേ. ആദ്യം ഹരണഫലം എടുത്തെഴുതുക. 1, അതിനുശേഷം ശിഷ്ടം 1/, അതിനുശേഷം ഏത് സംഖ്യയെ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ. അപ്പൊ 1 1/6 മീറ്റർ. മനസ്സിലായില്ലേ? ഇനി എന്താ ചെയ്യണത്? 3 സമഭാഗങ്ങളാക്കിയാലോ? എന്നത് 3 സമഭാഗങ്ങളാക്കിയാൽ 3 സമഭാഗങ്ങളാക്കിയത് എങ്ങനെ വരും അല്ലേ? ആകെ ചരടിന്റെ നീളം എന്നത് 7 മീറ്റർ ആണ്. അപ്പൊ 3 സമഭാഗങ്ങളാക്കിയാലോ? 7/3 മീറ്റർ. ഇതിന്റെ
ചെറുതാക്കി കൂടെ എങ്ങനെയാ 7നെ 3 കൊണ്ട് ഹരിച്ചു നോക്കുക അല്ലേ 7ൽ എത്ര 3 ഉണ്ട് നമുക്കറിയാം 1 3 3 23 6 അപ്പൊ എത്രയാണ് 2 3 ഉണ്ട് അപ്പൊ 6 അല്ലേ 7 എന്ന് പറഞ്ഞ സംഖ്യ 3ന്റെ ഗുണിതത്തിൽ ഇല്ല അപ്പൊ 7നേക്കാളും ചെറിയ സംഖ്യ ഉണ്ടോ നോക്കാം ഉണ്ട് 6 അപ്പൊ 2 ഗുണിക്കണം 3 6 7 4 കുറച്ച് എത്രയാ 1 അപ്പൊ ഇതെങ്ങനെ എഴുതാം മാറ്റി നോക്കിയേ ഇതെങ്ങനെ മാറ്റി എഴുതാം ആദ്യം 2 വരും അല്ലേ ഹരണഫലം 2 ആണ് അതിനുശേഷം ശിഷ്ടം 1 ബൈ അതിനുശേഷം ഏത് സംഖ്യയാണോ വരച്ചത് ആ സംഖ്യ അപ്പൊ 2 1/3 മീറ്റർ മനസ്സിലായില്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട് ഇതിൽ 3/5 ഭാഗം പെൺകുട്ടികളാണ് ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട് എന്താ ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിൽ 35 കുട്ടികളാണ് ഉള്ളത് ഇതിൽ 3/5 ഭാഗം എന്താണ് പെൺകുട്ടികളാണ് എണ്ണം തന്നിട്ടില്ല ഈ 35ന്റെ 3/5 ഭാഗം എന്താണ് പെൺകുട്ടികളാണ് ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായില്ലേ അപ്പൊ ആദ്യം എന്ത് എഴുതാം ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം എന്താണ് ഉള്ളത് ആകെ കുട്ടികളുടെ എണ്ണം അല്ലേ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ് 35 അല്ലേ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 35 പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ട് ഇതിൽ 3/5 ഭാഗം പെൺകുട്ടികളാണ് അല്ലേ ഈ 35ന്റെ 3/5 ഭാഗം എന്താണ് പെൺകുട്ടികളാണ് അപ്പൊ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികൾ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ എന്താ എഴുതാം പെൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണം അല്ലേ പെൺകുട്ടികളുടെ എണ്ണം സമം 35ന്റെ 3/5 ഭാഗം അല്ലേ ഇതിൽ 35 കുട്ടികളുണ്ട് ഇതിൽ എന്താണ് പറഞ്ഞത് 3/5 ഭാഗം പെൺകുട്ടികളാണെന്ന് പറഞ്ഞത് അപ്പൊ ഏതിന്റെ 3/5 ഭാഗമാണ് ഈ 35ന്റെ 3/5 ഭാഗം അപ്പൊ എങ്ങനെ എഴുതാം 35 ഗുണിക്കണം 3/5 അല്ലെങ്കിൽ 35ന്റെ 5ൽ 3 ഭാഗം എങ്ങനെ വേണമെങ്കിലും പറയാം 35ന്റെ 5ൽ 3 ഭാഗം അപ്പൊ എങ്ങനെ എഴുതാം നോക്കിയേ നമുക്ക് ഈസി ആയിട്ട് കട്ടാക്കുന്ന രീതി പഠിക്കണം ഇവിടെ നോക്കി ഇവിടെ 35 ആണ് അല്ലേ ഇവിടെ എത്രയുള്ളത് 5 ഇങ്ങനെ നമുക്കിങ്ങനെ മാറ്റി എഴുതാം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം മാറ്റി എഴുതാം എങ്ങനെ എഴുതാം 35 ഗുണിക്കണം 3/5 എഴുതിക്കൂടെ എഴുതാം ഇത് നോക്കിയേ ഇവിടെ 35 ഉണ്ട് ഇവിടെ 5 ഉണ്ട് അല്ലേ നമുക്ക് 5ന്റെ ഗുണിതത്തിൽ 35 വരുന്നുണ്ട് നോക്കാം എങ്ങനെയാ ഒരു 5 5 5 10 3 15 4 5 20 5 25 6 30 7 5 35 അപ്പൊ നമുക്ക് കട്ടാക്കി കൂടെ 7 5 അല്ലേ അപ്പൊ 7 ഇവിടെ വരും അല്ലേ 5 താഴെ കട്ടായി പോകും അല്ലേ 7 ഗുണിക്കണം 5 നിന്ന് 35 അപ്പൊ എന്ത് ചെയ്യാം ഇവിടെ എത്ര വരും 35 വരും ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി 35നെ 5 കൊണ്ട് ഹരിച്ചു നോക്കിയാലും മതി മനസ്സിലായില്ലേ ഈ അരിക്കുന്നതിന് പകരം നമ്മൾ കട്ടാക്കുന്നത് ഈസിയായി കട്ടാക്കുന്നത് ഇങ്ങനെ 35നെ 7 കൊണ്ട് 35നെ 5 കൊണ്ട് അരിച്ചു നോക്കിയാൽ മതി ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്ത് ഡയറക്റ്റ് കട്ടാക്കുന്നുണ്ട് അരിക്കുന്നത് എന്നല്ലേ 35 അരിക്കണം 5 എത്ര പ്രാവശ്യം 7 പ്രാവശ്യം മനസ്സിലായില്ലേ ഇനി എന്ത് ചെയ്താം 7 ഗുണിക്കണം 3 അല്ലേ ബാക്കിയുള്ളത് എന്താ 7 ഗുണിക്കണം 3 എത്രയാണ് 21 7 ഗുണിക്കണം 3 എത്രയാണ് 21 ആരാ പെൺകുട്ടികൾ ആരാണ് പെൺകുട്ടികൾ മനസ്സിലായില്ലേ ഇവിടെ സംശയമില്ലല്ലോ 35 ആയിരിക്കണം 5 നമുക്കറിയാം 7 5 35 അതെ ഇങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ തന്നെ മനസ്സിലാക്കി കട്ടാക്കാം നമുക്കറിയാം 5ന്റെ ഗുണിതത്തിൽ 35 ഉണ്ട് എത്ര പ്രാവശ്യം 7 പ്രാവശ്യം 7 ഗുണിക്കണം 5 ആണ് 35 അതുകൊണ്ട് ഡയറക്റ്റ് കട്ടാക്കി ഇവിടെ എന്തിട്ട് കൊടുത്തു 7 ഇട്ട് കൊടുത്തു മനസ്സിലായില്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം 10 കിലോഗ്രാം അരി 8 സഞ്ചികളിൽ ഒരുപോലെ നിറച്ചു അതിൽ 3 സഞ്ചിയിലെ അരി ഒന്നിച്ചെടുത്താൽ എത്ര കിലോഗ്രാം ആയി എന്താ ക്വസ്റ്റ്യൻ 10 കിലോഗ്രാം അരി 8 സഞ്ചികളിൽ നിറച്ചു എത്ര കിലോഗ്രാം അരിയുണ്ട് 10 കിലോഗ്രാം അരിയുണ്ട് എത്ര സഞ്ചികളിൽ നിറച്ചു 8 സഞ്ചികളിൽ ഒരുപോലെ നിറച്ചു മനസ്സിലായില്ലേ അതിൽ 3 സഞ്ചിയിലെ അരി ഒന്നിച്ചെടുത്താൽ എത്ര കിലോഗ്രാം ആയി അപ്പൊ എന്ത് ചെയ്യണം ആദ്യം ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളെല്ലാം എടുത്തെഴുതുക
അപ്പൊ എഴുതാ നോക്കേ, അരിയുടെ ആകെ അളവ് അല്ലേ, അരിയുടെ ആകെ അളവ് എത്രയാ? അരിയുടെ ആകെ അളവ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എത്രയാണ്? 10 കിലോഗ്രാം. 10 കിലോഗ്രാം അല്ലേ? ഇനി എന്താ പറഞ്ഞത്? 8 സഞ്ചികളിലാക്കി അല്ലേ, 8 സഞ്ചികളിലാക്കി. അപ്പൊ എന്താ എഴുതാം? സഞ്ചികളുടെ എണ്ണം, സഞ്ചികളുടെ എണ്ണം എത്രയാ? 8. 8 സഞ്ചികളിൽ ഒരുപോലെ നിറച്ചു അല്ലേ. അപ്പോ ഒരു സഞ്ചിയിലെ അരിയുടെ അളവ് കണ്ടുപിടിച്ചൂടെ? എഴുതിയാലോ? ഒരു സഞ്ചിയിലെ അരിയുടെ അളവ്, ഒരു സഞ്ചിയിലെ അരിയുടെ അളവ് എത്ര വരും? നമുക്കറിയാം ആകെ 10 കിലോഗ്രാം ഉണ്ട്. എത്ര സഞ്ചികളിലാക്കി? 8 സഞ്ചികളിലാക്കി. അപ്പൊ എങ്ങനെ എഴുതാം? 10/8. 10/8. ഇനി ചെറുതാക്കൂടെ? നോക്കി, ഇവിടെ 10 ആണ്, ഇവിടെ 8 ആണ് അല്ലേ. ഏതിന്റെ ഗുണിതത്തിലാണ് ഈ 10ഉം 8ഉം വരുന്നത്? 2ന്റെ ഗുണിതത്തിലാണ് അല്ലേ. I 2 10 ആണ്, പിന്നെയോ 4 2 8 ആണ്. അപ്പൊ ഇവിടെ എത്ര വരും? 5 വരും. ഇവിടെ എത്ര വരും? 4 വരും. 4 കിലോഗ്രാം. 5/4 കിലോഗ്രാം. ഇനി അങ്ങനെ ചെറുതാക്കുന്നത് നോക്കിയേ, 5 ഹരിക്കണം 4 അല്ലേ, വിഷമത്തിന്റെ രൂപത്തിലേക്ക് മാറ്റാം. എത്രയാ? 5 എത്ര 4 ഉണ്ട്? ഒരു 4. ഇവിടെ 4 ഇട്ടു, ഇവിടെ 1 കിട്ടി. 5 4 വെച്ചാൽ എത്രയാ? 1. അപ്പൊ ഇതെങ്ങനെ മാറ്റി എഴുതാം? ആദ്യം നമുക്ക് കിട്ടിയ ഹരണഫലം 1, അതിന്റെ ശിഷ്ടം 1/, ഏത് സംഖ്യയെ കൊണ്ടാണ് പഠിച്ചത്? ആ സംഖ്യ. അപ്പൊ 1 1/4 കിലോഗ്രാം അല്ലേ. ഇനി എങ്ങനെ വായിക്കാം? 1/4 കിലോഗ്രാം. മനസ്സിലായില്ലേ? ഒരു സഞ്ചിയിലെ അരിയുടെ അളവ് കിട്ടിയില്ലേ? എത്രയാണ്? 1 1/4 കിലോഗ്രാം അല്ലെങ്കിൽ 1/4 കിലോഗ്രാം. ഇനി എന്ത് കാണണം? 3 സഞ്ചിയിലെ അരി ഒന്നിച്ചെടുത്താൽ അപ്പൊ എങ്ങനെ എഴുതാം? 3 സഞ്ചിയിലെ അരി അല്ലെങ്കിൽ 3 സഞ്ചിയിലെ അരിയുടെ അളവ്, അരിയുടെ അളവ് സമം, നമുക്കറിയാം ഒരു സഞ്ചിയിലെ അരിയുടെ അളവ് എത്രയാണ്? 5/4 കിലോഗ്രാം അല്ലെങ്കിൽ എന്താ? 1/4 കിലോഗ്രാം. നമുക്ക് ഇവിടെ എന്തെടുക്കാം? ഇത് വിഷമവിധത്തിലാണ് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാം? ഈ സംഖ്യ എടുക്കാം, 5/4. അപ്പൊ നോക്കിയേ, 3 സഞ്ചിയിലെ അരിയുടെ അളവ് അല്ലേ. ഒരു സഞ്ചിയിൽ എത്രയാ? 5/4. അപ്പൊ 3 സഞ്ചിയിലെ അരിയുടെ അളവ് എങ്ങനെയാ കണ്ടുപിടിക്കല്? ഈ 5/4 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം 5/4 അല്ലേ. എത്ര കിട്ടും? 15/4 കിലോഗ്രാം അല്ലേ. ഇനി ചെറുതാക്കി കൂടെ എങ്ങനെ ചെറുതാക്കാം? 15 ഹരിക്കണം 4 അല്ലേ. ഒരു 4 4, 24 8, 3 4 12, 4 16. അപ്പൊ 16 പറ്റൂല, 15നേക്കാളും ചെറിയ സംഖ്യ ആയിരിക്കണം. അപ്പൊ എത്ര എടുക്കാം? 3 ഗുണിക്കണം 4 12 അല്ലേ. 15 12 കുറച്ചാൽ എത്രയാ? 3 അല്ലേ. അപ്പൊ ഇങ്ങനെ മാറ്റില്ല. നോക്കിയേ, ആദ്യം ഏതാണ് ഹരണഫലം? 3 വന്നു, അതിനുശേഷം ഏതാണോ ശിഷ്ടം അല്ലേ. ഏതാണ് ശിഷ്ടം അത് എടുത്തെഴുതാം. അപ്പൊ 3 ഏത് സംഖ്യയെ കൊണ്ടാണ് വഹിച്ചത്? ആ സംഖ്യ. അപ്പൊ 3 1/4 കിലോഗ്രാം. എങ്ങനെ വായിക്കാം? 3 3/4 കിലോഗ്രാം അല്ലേ. ഒരു സഞ്ചിയിൽ എത്രയാണ്? 1/4 കിലോ ആണ്. അപ്പൊ 3 സഞ്ചിയിലാണെങ്കിലോ 3 3/4 കിലോഗ്രാം. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചിത്രത്തിലെ ചതുരത്തിന്റെ പരപ്പളവ് 27 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അതിനെ ഒരുപോലെയുള്ള 9 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. നിറം കറുപ്പിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ്? എന്താ ക്വസ്റ്റ്യൻ? ചിത്രത്തിലെ ചതുരത്തിന്റെ പരപ്പളവ് 27 ചതുരശ്ര സെന്റിമീറ്റർ ആണ് അല്ലേ. ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിലെ ഈ ചതുരത്തിന്റെ, ഈ വലിയ ചതുരത്തിന്റെ അളവ് അല്ലെങ്കിൽ ഈ വലിയ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? 27 സെന്റിമീറ്റർ ആണ് അല്ലേ. ഇതിന് എത്ര തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 9 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഇതെന്താ ക്വസ്റ്റ്യൻ? നിറം കാണിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കുന്നത്.
മനസ്സിലായില്ലേ? ആ കറുപ്പിച്ചിരിക്കുന്ന ഷെയ്ഡ് ചെയ്തിരിക്കുന്ന കളങ്ങളിലെ അല്ലെങ്കിൽ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ചതുരത്തിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം നീളം ക്വസ്റ്റ്യനിൽ തന്നതൊന്ന് എടുത്തെഴുതാം. നോക്കിയേ, എന്താ ചതുരത്തിന്റെ പരപ്പളവ് അല്ലേ? ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? ചതുരത്തിന്റെ പരപ്പളവ് 27 സെന്റിമീറ്റർ. 27 സെന്റിമീറ്റർ. ഇനി എന്താ പറഞ്ഞത് നോക്കിയേ, അതിനെ ഒരുപോലെയുള്ള 9 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. അപ്പൊ എന്ത് എഴുതാം? 9 സമഭാഗങ്ങളാക്കിയിട്ടുണ്ട്. 9 സമഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലേ? 9 സമഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഒരു ചതുരത്തിന്റെ അല്ലെ 9 സമഭാഗങ്ങളാക്കിയിട്ടില്ലേ? ഒന്ന് കണ്ടുപിടിക്കണം. ഒരു ചതുരത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? പരപ്പളവ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഒരു ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നത്? നോക്കിയേ, ആകെ നമുക്ക് തന്നിട്ടുണ്ട്. ആകെ ചതുരത്തിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട്. എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 9 ഭാഗങ്ങളാക്കിയിട്ടുണ്ടല്ലോ അത്. അപ്പൊ ഓരോ ചതുരത്തിന്റെയും പരപ്പളവ് എങ്ങനെ കാണാം? ഓരോ ചതുരത്തിന്റെയും പരപ്പളവ് ഇല്ലെങ്കിൽ ഇതിലെ ഒരു ചതുരത്തിന്റെ പരപ്പളവ് അല്ലേ? നമുക്ക് പറയാം ഓരോ ചതുരത്തിന്റെയും പരപ്പളവ്, അല്ലെങ്കിൽ എന്താ പറയാം ഒരു ചതുരത്തിന്റെ പരപ്പളവ്. അങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ആകെ എത്രയാണ്? 27. എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 9 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പൊ എത്ര വരും? 27 9 ഉണ്ടായിച്ച് എത്ര കിട്ടും? 3 അല്ലേ? 3 ഗുണിക്കണം 9 ആകുന്നത് 27. അപ്പൊ 3 ചതുരശ്ര സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നിറം കറുപ്പിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് അല്ലേ? അപ്പൊ എന്ത് എഴുതാം? നിറം കറുപ്പിച്ചിരിക്കുന്ന ചതുരത്തിന്റെ പരപ്പളവ് അല്ലേ? നിറം കറുപ്പിച്ചിരിക്കുന്ന ചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ചതുരങ്ങളുടെ പരപ്പളവ്. എങ്ങനെ വേണമെങ്കിലും എഴുതാം. നിറം കറുപ്പിച്ചിരിക്കുന്ന ചതുരത്തിന്റെ പരപ്പളവ് എഴുതാം, അല്ലെങ്കിൽ നിറം കറുപ്പിച്ചിരിക്കുന്ന ചതുരങ്ങളുടെ പരപ്പളവ്. എത്രയാണ്? നോക്കിയേ, നമുക്കറിയാം ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? 3. എത്ര ചതുരങ്ങളുണ്ടൊക്കെ? 1 2 3 4 5 അല്ലേ? എന്താ 5 ഗുണിക്കണം 3. ഒരു ചതുരത്തിന്റെ പരപ്പളവ് നമുക്കറിയാം 3 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. എത്രയാണ് നിറം കൊടുത്തിട്ടുണ്ട്? 1 2 3 4 5. 5 എണ്ണത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. അപ്പൊ 5 ഗുണിക്കണം 3 എത്രയാണ്? 15 ചതുരശ്ര സെന്റിമീറ്റർ അല്ലേ? നിറം കറുപ്പിച്ചിരിക്കുന്ന ചതുരങ്ങളുടെ പരപ്പളവിലേക്ക് നിറം കറുപ്പിച്ചിരിക്കുന്ന ചതുരത്തിന്റെ പരപ്പളവ് വരുന്നത് എത്രയാണ്? 15 ചതുരശ്ര സെന്റിമീറ്റർ. എത്ര ചതുരത്തിനാണോ നിറം കറുപ്പിച്ചിരിക്കുന്നത് ആ ചതുരത്തിന്റെ എണ്ണം ഗുണിക്കണം ഒരു ചതുരത്തിന്റെ പരപ്പളവ്. അപ്പൊ 5 ഗുണിക്കണം 3 സമം 15 ചതുരശ്ര സെന്റിമീറ്റർ. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.